നമസ്കാരം. കൈപ്പേശ്ശേരി ഗോവിന്ദമ്പുരി. എല്ലാ ദിവസവും വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങളിത് അനുവർത്തിക്കണം എന്നൊരപേക്ഷയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാറ്. പരമാവധി ശ്രദ്ധിക്കണം, അനുവർത്തിക്കണം, ജീവിതത്തിൽ പകർത്തണം എന്നാണ്. ഇന്നത്തെ വീഡിയോയിൽ എന്താണോ ഞാൻ പറയാൻ പോണത് അനുവർത്തിക്കരുത് എന്ന് പറയാനാണ്. അതെന്താ അല്ലേ? ഞാൻ ഈ കഴിഞ്ഞ ദിവസം 2-3 വീഡിയോ കണ്ടു. ആ വീഡിയോ കണ്ടതിൽ നിന്ന് മനസ്സിലാക്കിയത്, വാസ്തുശാസ്ത്രപ്രകാരം നിങ്ങൾ ഇന്ന ദിക്കിൽ കലണ്ടർ തൂക്കിയില്ല എങ്കിൽ നിങ്ങൾക്ക് നാശം വരും, ഇന്ന സ്ഥലത്ത് തൂക്കിക്കഴിഞ്ഞാൽ സമ്പത്തുണ്ടാവും, ഐശ്വര്യം ഉണ്ടാവും എന്ന് പറഞ്ഞൊരു വീഡിയോ കണ്ടു. എന്നെ ശ്രവിക്കുന്ന എൻ്റെ ആൾക്കാർ ഒരിക്കലും വഴിതെറ്റരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. നമ്മുടെ ചാനലിലൂടെ ഒരു കാരണവശാലും ഒരു വഴി തെറ്റുന്ന വാക്കുകളോ പ്രവൃത്തികളോ ഒരു മനുഷ്യന് പറഞ്ഞു കൊടുക്കില്ല എന്ന് നമ്മളെ ഒരു നിയമം തന്നെയാണ്. കാരണം അതുകൊണ്ട് തന്നെയാണ് ഈ ചാനലിനകത്ത് ഒരാൾ പോലും ഇത് സബ്സ്ക്രൈബ് ചെയ്യൂ അല്ലെ ഫോളോ ചെയ്യൂ ആരും പറയാത്ത എന്താണെന്ന് വെച്ചാൽ, കേൾക്കുന്നവർ കേട്ടാൽ മതി, അറിയുന്നവരറിഞ്ഞാൽ മതി. അറിയുന്ന കൂട്ടമുള്ള, അറിവിനെ ആഗ്രഹിക്കുന്ന, ഭക്തിയെ ആഗ്രഹിക്കുന്ന, ചെയ്തിട്ട് ഗുണം കിട്ടുന്ന കൂട്ടം മാത്രം, അവർ മാത്രം നമ്മളെ ശ്രവിച്ചാൽ മതി. ആ അനുഭവത്തിലൂടെയുള്ള ശ്രവങ്ങളാണ് ഞങ്ങൾക്ക് താല്പര്യപ്പെടുന്നത്. നിർബന്ധിച്ചൊരു സാധനം ചെയ്യിപ്പിക്കലല്ല. അപ്പോൾ ഞാൻ പണ്ടും യൂട്യൂബിൻ്റെ പല ആൾക്കാരെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഞാൻ പറയുകയാണ്, ഈ ഇംഗ്ലീഷ് വർഷം സത്യത്തിൽ നമ്മൾ വിശ്വാസികളെ സംബന്ധിച്ച് ഒരു കാര്യമേ അല്ല. കാരണം അതാകെ തുടങ്ങിയിട്ട് 2025 ഉള്ളൂ. കലിവർഷം എന്ന് പറയുന്ന സാധനം തുടങ്ങിയിട്ട് ഏകദേശം 19 ലക്ഷത്തിലേക്ക് കടക്കാൻ പോവുകയാണ് കലിവർഷം തുടങ്ങിയിട്ട്. അതായത് നമ്മുടെ വർഷങ്ങൾ എന്ന് പറയുന്നത് കലിവർഷത്തെ ആശ്രയിച്ചാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. ആകെ ഈ പറയണ ക്രിസ്തുവർഷം എന്ന് പറയുന്നത് ഈ പറയണ 2000. നമ്മൾ ഇതിനകത്ത് നമ്മുടെ ജീവിതത്തിലോ നമ്മുടെ പാരമ്പര്യത്തിലോ നമ്മുടെ ആചാരാനുഷ്ഠാനത്തിലോ ഇംഗ്ലീഷ് വർഷമായിട്ട് നമുക്ക് യാതൊരു ബന്ധമില്ല. അതാണ് ഒരു പിറന്നാൾ പോലും ആഘോഷിക്കുമ്പോൾ നമ്മൾ നക്ഷത്രത്തെ എങ്ങനെ പിറന്ന നാളെന്ന് പറയണേ, പിറന്ന ഡേ എന്ന് നമ്മൾ കാക്കാട് പറയണത് വെറുതെ പറഞ്ഞാലും നമ്മൾ ആഘോഷം, അമ്പലത്തിൽ പോകുന്നത്, നാമജപാദികൾ, പൂജകളെല്ലാം പിറന്ന നാളിലാണ് ചെയ്യുന്നത്. അപ്പം ഈ കലണ്ടറൊക്കെ വന്നിട്ട് ഇത്രയും നാളേ ഉള്ളൂ. വാസ്തു എന്ന് പറയുന്നത് ഏതാ പറയണേ, യുഗാന്തരങ്ങൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ്, എത്രയോ യുഗങ്ങൾക്ക് മുമ്പുണ്ടായതാണ് വാസ്തുശാസ്ത്രം. ആയുർവേദവും ഒക്കെ ഉണ്ടാകുന്ന ആ സമയങ്ങളിൽ തന്നെ വാസ്തുശാസ്ത്രവും ഉണ്ടായതാണ്. വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് ഇങ്ങനെ പറയുന്ന ഒരു സാധനം, ഒരു കലണ്ടർ തൂക്കുന്നതിൽ, ഒരു ഫോട്ടോ തൂക്കുന്നതിലുള്ളതല്ല വാസ്തുശാസ്ത്രം. വാസ്തുശാസ്ത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 സംഖ്യകൾ തമ്മിൽ ലയിപ്പിച്ച് അതിൽ കിട്ടുന്ന ഉത്തരത്തെ ഉത്തമമാക്കുമ്പോഴാണ് വാസ്തു. അതായത് ഗണിതക്രിയയുടെ ഏറ്റവും മഹോത്തരമായ ഭാവമാണ് വാസ്തുശാസ്ത്രം. അല്ലാതെ അതൊരു ദൈവിക ശാസ്ത്രമാണ്, ഈശ്വരശാസ്ത്രമാണ്, വിശ്വാസമാണ്. പക്ഷെ അത് ഇങ്ങനെ പറയുന്നതല്ല. അതുകൊണ്ട് നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കലണ്ടർ തൂക്കാം. അതുകൊണ്ട് നിങ്ങൾക്കൊരു ദോഷവും വരില്ല. അങ്ങനെ പറയുന്ന ആൾക്കാർക്ക് അത് അവർക്ക് വാസ്തുവിനെ കുറിച്ചും അറിയില്ല, കലണ്ടറിനെ കുറിച്ചും അറിയില്ല. അതുകൊണ്ട് തന്നെയാണ്, യാതൊരു സംശയവും വേണ്ട. കാരണം ഇപ്പം എന്നാ പറയണത്, ഇപ്പം നിലവിൽ എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ആധ്യാത്മിക വിൽപ്പനയുടെ ഒരു കാലഘട്ടമാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം മറ്റൊരു വീഡിയോ കണ്ടപ്പോൾ ഇതിനോട് ഉമ്മിച്ച് പറയണതല്ല, മറ്റേ എന്താ പറയണേ, ആമമോതിരം എന്ന് പറഞ്ഞൊരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അടിയിൽ ഞാൻ ആമമോതിരം ധരിച്ചാൽ ആ ഫലം ഈ ഫലം അത് വൈഷ്ണവമൂർത്തിയുടെ ഫലമാണ്. അപ്പം ഞാൻ ചോദിച്ചു, അങ്ങനെയാണ് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ച് ഗുരുവായൂരപ്പൻ്റെ ഒരു പ്രതിമ ഇട്ടപ്പോൾ എന്തിനു ആമയിടണമെന്ന് ചോദിച്ചു. അവരെന്നെ ബ്ലോക്ക് ചെയ്തു. എന്താ കാരണം വെച്ചാൽ വൈഷ്ണവ അവതാരമാണ് ആമ. അങ്ങനെ ആമമോതിരം ധരിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിലെല്ലാം നേടും, ഇതാണ് ഇവരുടെ പരസ്യം. അപ്പോൾ അതിൻ്റെ അടിയിൽ ഞാനൊരു കമൻ്റ് ഇട്ടു, വൈഷ്ണവ അവതാരമാണെങ്കിൽ കേരളത്തിലെ വൈകുണ്ഠമായി നിൽക്കുന്ന ഗുരുവായൂരപ്പനെ എല്ലാ ദിവസവും പ്രാർത്ഥിച്ച് ഗുരുവായൂരപ്പൻ്റെ പ്രതിലോമമായി നിൽക്കുന്ന രൂപത്തെ കൊത്തിവെച്ച ഒരു മോതിരം ധരിച്ചാൽ അത് മതിയല്ലോ, അതാണല്ലോ ഏറ്റവും ഭംഗ്യം, അത് ഭഗവാൻ തന്നെ വൈകുണ്ഠനാഥനാണല്ലോ എന്നൊരു ചോദ്യം ചോദിച്ചു. ഈ ആമ ഇങ്ങനെ കൊണ്ടു കിടന്ന് അവിടെ ഇവിടെയൊക്കെ കൊണ്ടു കയറണ്ടല്ലോ എന്ന് പറഞ്ഞു. അവരെന്നെ ബ്ലോക്ക് ചെയ്തു. കാരണം ഞാൻ ചോദിച്ച ചോദ്യം സത്യമല്ലേ എന്ന് പറയുന്ന പോലെ, ശരിക്ക് ശങ്കരാചാര്യ പറഞ്ഞ പോലെ വിശ്വാസത്തിലെ അവിശ്വാസികളുടെ നിറഞ്ഞു നിൽക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ അനുവർത്തിക്കേണ്ടത് എന്താണോ, നമ്മൾ എന്താണോ പിന്തുടരേണ്ടത്, അത് നമുക്ക് സ്വമേധയാ ബോധ്യമുള്ളതാകണം. നമ്മൾ ഒന്നിനു പുറകെ സഞ്ചരിക്കുമ്പോൾ, നമ്മൾ ഒന്നിനു പുറകെ മുൻപോട്ട് പോകുമ്പോൾ അതിനകത്തെ സത്യാവസ്ഥയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ വാസ്തുശാസ്ത്രത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു ഇതില്ല.
അതുപോലെ ശരിക്കും പറഞ്ഞാൽ അതിനകത്തൊരു പൂജാമുറിയുടെ കാര്യമുണ്ട്. ഞാൻ പൂജാമുറിയുടെ വേറൊരു സമയത്ത് അതിൻ്റെ വീഡിയോ പറഞ്ഞുതരാം. ഇതുപോലെ തന്നെ മറ്റൊരു പൂജാമുറിയുടെ കഥയും കൂടെ ഒരു വീഡിയോ ഉണ്ട്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്തു തരാം. പക്ഷേ ഒരു എന്താ പറയണേ, 12 രാശികളായി തിരിച്ചിരിക്കുന്ന ഒരു ഭൂമിയിൽ 12 രാശികളെ ദിക്കറിഞ്ഞ് അതിൻ്റെ കൃത്യമായ യോനിയിൽ, അതിൻ്റെ കൃത്യമായ കണക്കിൽ, അത് സൂര്യൻ്റെയും പ്രകൃതിയുടെയും എനർജികളുമായി ചേർത്ത് ഒരു ഗ്രഹത്തിനൊരു എനർജി ഉണ്ടാക്കി അവിടെ മുമ്പുള്ള കുടുംബത്തെ സൃഷ്ടിക്കുന്ന വാസ്തുശാസ്ത്രത്തിൽ കണക്കുകൾ കൊണ്ടുള്ള, ഗണിതശാസ്ത്രങ്ങൾ കൊണ്ടുള്ള കണക്കിനകത്ത് ഒരു കലണ്ടർ തൂക്കുന്നതിനോ ഒരു പടം തൂക്കുന്നതിനോ ഒരു സാധനം തൂക്കുന്നതിനോ ഒന്നും ഒരു സ്ഥാനങ്ങളും ഇല്ല, ഒരു സംഭവങ്ങളും ഇല്ല, യാതൊരു കാര്യങ്ങളും ഇല്ല. അല്ലാതെ അവിടെ അത് തൂക്കിയിട്ടുണ്ട് എന്ന അച്ചടി പ്രസ്ഥാനം ഇവിടെ നാട്ടിൽ വന്ന്, എന്ന ഈ സാധനങ്ങളൊക്കെ ഇവിടെ വന്ന്, അതിനുശേഷമാണ് വാസ്തു ഉണ്ടായത്. ശരിക്കും നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന, സംഘടിതമായി നിൽക്കുന്ന ഒരു സംഭവമാണ് ഇതെല്ലാം. അപ്പോൾ ഇതുകൊണ്ട് ഇതിലേക്കൊന്നും നിങ്ങൾ തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് 2024 25 കലണ്ടർ ഇന്ന സ്ഥലത്ത് നോക്കിയാൽ ലക്ഷ്മി പ്രസാദിക്കും അങ്ങനെയൊക്കെ പറഞ്ഞാൽ അതൊക്കെ വളരെ ഇത് തന്നെയാണ്. കാരണം ഇംഗ്ലീഷ് വർഷമോ ഇംഗ്ലീഷ് കലണ്ടറോ നമ്മൾ അനുവർത്തിക്കാറില്ലായിരുന്നു. പണ്ട് തൊട്ട് നമ്മൾ മലയാള വർഷമാണ് പറഞ്ഞിരുന്നത്. കലിവർഷത്തെ കൂടുതൽ ആചരിച്ചിരിക്കുന്നു, നമ്മൾ നോക്കാറുമില്ല. ഇപ്പം അടുത്ത കാലത്ത് ഓഫീസുകളിലൊക്കെ ഇംഗ്ലീഷ് വർഷം വന്നതോടുകൂടി നമ്മളിതിനെ അനുവർത്തിച്ച് തുടങ്ങി. അങ്ങനെയുള്ള ശാസ്ത്രശാഖകളൊന്നുമില്ല. വാസ്തു എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കലണ്ടറിനെ ആസ്പദമാക്കിയിട്ടോ ഒരു പിക്ചറിനെ ആസ്പദമാക്കിയിട്ടോ അല്ലെങ്കിൽ മറ്റൊരു കാര്യങ്ങളോ അല്ല. ഭൂമിയുടെ പ്രതലത്തിൽ, അതായത് ശരിക്കും യൂണിവേഴ്സൽ എനർജി, ഭൂമിക്കൊരു ശാസ്ത്രമുണ്ട്, ഭൂമിക്കൊരു ശക്തിയുണ്ട്. ആ യൂണിവേഴ്സൽ എനർജി നിലനിർത്തിക്കൊണ്ട് സന്തുലനാവസ്ഥയിൽ ഒരു ഗ്രഹം നിർമ്മിക്കുമ്പോൾ ആ ഗ്രഹത്തിനകത്ത് യൂണിവേഴ്സൽ പ്രകൃതിയുടെ ശക്തി മുഴുവൻ ശക്തികളെയും അങ്ങോട്ട് കിട്ടുകയും അവിടെ ചെയ്യുന്ന പ്രവൃത്തികൾ ഇരട്ടി ഫലവും കിട്ടുന്ന ശാസ്ത്രശാഖയെക്കുറിച്ച് പറയുന്നതാണ് വാസ്തുശാസ്ത്രം. അല്ലാതെ വാസ്തുശാസ്ത്രം ഈ ഒപ്പിക്കുന്ന ഒരു സംഭവമൊന്നുമില്ല. അതിഗംഭീരമായി നിൽക്കുന്ന, അതിമനോഹരമായി നിൽക്കുന്ന, അതികേമമായി നിൽക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് വാസ്തു എന്ന് പറയുന്നത്. അല്ലാതെ ഈ നിസ്സാരമായി നിൽക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഒതുങ്ങുന്നതല്ല. നിങ്ങൾ അങ്ങോട്ട് പോകുമ്പം എന്താ പറയുക, അങ്ങനെ ചെയ്തോളൂ, അവിടെ ആ ചെടി വെച്ചോളൂ, ഇവിടെ ഈ പടം വെച്ചോളൂ, ഇതൊക്കെ ആൾക്കാരെ എന്താ പറയണേ ബുദ്ധിഭ്രമത്തിലേക്ക് നയിപ്പിക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് പിന്തുടരേണ്ടത് എന്താണോ അതിനെ മാത്രം പിന്തുടരും. നിങ്ങൾ ഭഗവത് വചനങ്ങൾ, പണ്ട് രാമായണമാണെങ്കിലും മഹാഭാരതമാണെങ്കിലും ഭഗവത്ഗീതയാണെങ്കിലും ഭാഗവതങ്ങളാണെങ്കിലും ദേവീ മഹാത്മ്യങ്ങളായും പറയുന്ന ഈശ്വര ചൈതന്യങ്ങൾ ഉൾക്കൊള്ളുന്ന, ഈശ്വര സേവയിൽ ഉൾക്കൊള്ളുന്ന, ഈശ്വര നാമങ്ങൾ ഉൾക്കൊള്ളുന്ന പുസ്തകങ്ങളെ നിങ്ങൾ കയ്യിൽ എടുക്കുകയും ആ പുസ്തകത്തിൽ പറഞ്ഞ നാമജപാദികളെ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുകയും അതിലൂടെ പറഞ്ഞു കാണിച്ചുന്ന ക്ഷേത്രങ്ങളെ നിങ്ങളുടെ ഏറ്റവും വലിയ ആധ്യാത്മിക കേന്ദ്രമായി നിങ്ങൾ പകർത്തുകയും ചെയ്തിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഒരു ഭക്തനെ സംബന്ധിച്ച് വേണ്ടത്. ഭക്തൻ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് ഇങ്ങനെയുള്ള അന്തത്തിൽ ചെന്ന് നമ്മൾ ചാടാൻ പാടില്ല. അതുകൊണ്ട് ഭക്തി എന്ന് പറയുന്നത് ഈശ്വരനോടുള്ള പ്രേമമാണ്, ഭഗവാനുള്ള പ്രേമമാണ്. ഞങ്ങളൊക്കെ ഒന്നുമല്ല, ഞങ്ങൾ വഴികാട്ടികൾ മാത്രമാണ്. നിങ്ങൾ പൊക്കോളൂ എന്ന് പറയണം. അല്ലാണ്ട് ഗോവിന്ദൻ നമ്പൂതിരി കേൾക്കുന്ന ആൾ ഒരാൾ തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. അപ്പം അതുകൊണ്ട് ഭഗവാൻ അനുഗ്രഹത്തിന് വേണ്ടി, ക്ഷേമത്തിന് വേണ്ടി, ഐശ്വര്യത്തിന് വേണ്ടി, നമ്മുടെ കുടുംബത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടി, യോഗക്ഷേമത്തിന് വേണ്ടി നമ്മൾ അനുവർത്തിക്കേണ്ടത് ദയ, കാരുണ്യം, ഭക്തി, നന്മ, ദാനം. ഒരു മറ്റൊരു വ്യക്തിയോട് ദയമില്ലാത്ത ജീവിതം നമുക്ക് നാശത്തിലേക്ക്, കാരുണ്യമില്ലാത്ത, ഭക്തിയില്ലാത്ത, ദാനങ്ങളില്ലാത്ത, ഒരു വസ്തുവും കൊടുക്കില്ലാത്ത ഒരാൾക്ക് ഒരിക്കലും ഗതി ഉണ്ടാവില്ല. ഏറ്റവും വലിയ പിശുക്കൻ്റെ സ്വത്തുകൾ മറ്റൊരു ആർഭാടക്കാരന് കിട്ടി നശിക്കുമെന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ പിശുക്കി സ്വത്തുണ്ടാക്കാൻ മറ്റൊരു ആർഭാട ജീവിതം നയിക്കുന്നവർ കിട്ടിക്ക് നശിക്കുക. അവന് സ്വന്തം ഉപയോഗിക്കണം. കള്ളൻ്റെ മുതലും പിശുക്കൻ്റെ മുതലും അന്യൻ കൊണ്ടുപോയി തിന്നുമെന്ന് പറയുന്നത്. സ്വന്തമായിട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല. കക്കുന്ന മുതൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്ന് പറയണ പോലെ പറയണേ. അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിനകത്തെ ഐശ്വര്യത്തിന് ഏറ്റവും നല്ല നാമജപാദികൾ, മനസ്സ് ശുദ്ധമാക്കിയുള്ള പ്രാർത്ഥനകൾ, ഏറ്റവും മനസ്സ് ശുദ്ധമാക്കിയുള്ള ക്ഷേത്ര ജപങ്ങൾ, ഏറ്റവും നന്മയിലേക്കുള്ള ചിന്തകൾ, ബന്ധുമിത്രാദികളെയും നാട്ടുകാരുടെയും ഒരേ മനസ്സോടെ കാണുന്ന, ആരുടെയും മുമ്പിൽ അഹങ്കരിക്കാതെയുള്ള ചിന്തകൾ, ആരെയും മനസ്സിൽ വേദനിപ്പിക്കാത്ത വാക്കുകൾ പറയുക, നമുക്കുള്ളതിൻ്റെ ഒരംശമെങ്കിലും 0.1% ദാനം ചെയ്യാനുള്ള മനസ്സ്, ഒരാൾക്കെങ്കിലും അന്നം കൊടുക്കാനുള്ളൊരു മനസ്സ്. ഇതാണ് നിങ്ങൾക്ക് ഈശ്വരനെ പ്രിയപ്പെട്ടതാക്കണേ. ഇതാണ് നിങ്ങളെ ഈശ്വരൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നത്. ഇതാണ് ഏറ്റവും വലിയ പൂജ, ഇതാണ് ഏറ്റവും വലിയ കർമ്മം, ഇതാണ് ഈശ്വരീയത. ഒരു കലണ്ടർ തൂക്കുന്നതല്ല.
അപ്പോൾ അതുകൊണ്ട് എന്താണ് യഥാർത്ഥ ഈശ്വരീയത, അതിലേക്ക് തിരിച്ചു വന്നാണ് നല്ലത്. നമസ്കാരം. ഗോവിന്ദം പുരി.